ഇന്നലെ നമ്മളെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്ത അത് ബന്ദിപ്പൂരിൽ ആ കാട്ടാന ചെരിഞ്ഞത് തന്നെയായിരുന്നു, തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത് തന്നെയായിരുന്നു. ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം സംസ്ഥാനം നടത്തുന്നുണ്ട്. ഒരു വിദഗ്ധ സമിതി അന്വേഷിക്കുന്നു. ഒപ്പം തന്നെ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം പുറത്തു വന്നൊരു പശ്ചാത്തലമുണ്ട്. സമഗ്രമായ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. മേഘ കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ പൂർണ്ണമായ വിവരങ്ങളുമായി. നോക്കാം എന്താണ് അതിൻ്റെ ഒരു വിശദാംശങ്ങളെന്ന്. ഏതായാലും ബന്ദിപ്പൂരിൽ ചെരിഞ്ഞ കാട്ടാന തണ്ണീർക്കൊമ്പൻ്റെ ശരീരത്തിൽ പെല്ലറ്റ് കൊണ്ട പാടുകളുണ്ടെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ കൃഷിയിടത്തിലോ ജനവാസ മേഖലയിലൊക്കെ എത്തിയപ്പോൾ തുരത്താൻ വേണ്ടി ഉപയോഗിച്ചതായിരിക്കാം ഇത്തരത്തിൽ ഈ പെല്ലറ്റ് എന്നാണ് നമുക്ക് ആ രീതിയിൽ ഉണ്ടായതായിരിക്കാം ആ പരിക്കുകളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിദഗ്ധ സമിതി റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കും. മേഘയുണ്ട് കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം വിവരങ്ങളുമായി. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. മേഘ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ് ഈ തണ്ണീർക്കൊമ്പനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിൽ ഉണ്ടായത്. അത് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഒരേ സമയം തന്നെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട്, അതേസമയം തന്നെ വന്യമൃഗങ്ങളെയും വനത്തെയും സംരക്ഷിക്കേണ്ടതുണ്ട്. ഇവിടെ പക്ഷേ ദൗർഭാഗ്യകരമായി തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാൻ വിദഗ്ധർ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അവർ 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആനയുടെ ശരീരത്തിൽ പെല്ലറ്റുകൾ കൊണ്ട ധാരാളം പാടുകളുണ്ട് എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ഒരു പക്ഷേ നേരത്തെ കൃഷിയിടങ്ങളിലൊക്കെ ഇറങ്ങിയപ്പോൾ തുരത്താൻ വേണ്ടി ചെയ്തതായിരിക്കാം. ആ രീതിയിലാണോ വിലയിരുത്തപ്പെടുന്നത്? മനു, അത്തരത്തിൽ തന്നെയാണ്. അതായത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദിവസം വലിയ തരത്തിൽ ആശങ്ക സൃഷ്ടിച്ച ഒരാന പിറ്റേ ദിവസം വേദനയായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും തണ്ണീർ കൊമ്പനെ ചുറ്റിപ്പറ്റി ഇപ്പോഴും വാർത്തകൾ സജീവമായി കൊണ്ടിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഹൃദയാഘാതം, ഒപ്പം ഈ ശരീരത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. ആ മുഴ പഴുത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതുൾപ്പെടെ ശരീരത്തിൽ കൊഴുപ്പ്, ഞരമ്പുകൾക്കിടയിലൊക്കെ തന്നെയും ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ആവാം മരണകാരണം. എന്നാൽ അത് കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ മനസ്സിലാകാൻ കഴിയൂ എന്നതാണ് ഇന്നലെ തന്നെ ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഏതായാലും പ്രാഥമിക റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണകാരണം എന്നത് ഇതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് 1 മാസത്തിന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാവുക. ഏതായാലും ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ എന്നത് തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ നിരവധി ഇടങ്ങളിൽ പെല്ലറ്റുകൾ കൊണ്ട പാടുകൾ ഉണ്ട് എന്നതാണ്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷിയിടങ്ങളിലോ ജനവാസ മേഖലകളിലോ എത്തിയപ്പോൾ ആളുകൾ തുരത്താൻ വേണ്ടി പെല്ലറ്റ് നിക്ഷേപിച്ചാവാം എന്നാണ് കരുതുന്നത്. ഏതായാലും അവിടെ നിന്ന് പെല്ലറ്റ് ഏറ്റു എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ വനം വകുപ്പ് ഉള്ളത്. തണ്ണീർക്കൊമ്പനെ കേരള അതിർത്തിയിലേക്ക് തണ്ണീർക്കൊമ്പൻ കടന്നപ്പോൾ തന്നെ കർണാടക വനം വകുപ്പ് കേരള വനം വകുപ്പുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഏതായാലും അത് പക്ഷേ കൃത്യമായി തന്നെ അത് 4-5 മണിക്കൂറുകൾ ഇടവിട്ട് കൊണ്ട് മാത്രമാണ് ഈ ആനയെ ട്രാക്ക് ചെയ്യാൻ വനം വകുപ്പിന് സാധിച്ചത്. കാരണം റേഞ്ച് പ്രശ്നം ഒക്കെ തന്നെയും ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. അത് കൃത്യമായ സിഗ്നൽ ലൊക്കേഷൻ ലഭിച്ചില്ല എന്നതും ഇതിൽ ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കൃത്യമായി തന്നെ ആനയെ ട്രാക്ക് ചെയ്ത് അതിനെ തിരികെ കാട്ടിലേക്ക് അയക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയും ഉണ്ടാകുമായിരുന്നു. ഏതായാലും തോൽപ്പെട്ടി വനമേഖലയിൽ 1 മാസം മുമ്പ് വനം വകുപ്പ് ഈ ആനയെ കണ്ടു എന്ന് വനം വകുപ്പിന് വിവരം ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് കർണാടക വനം വകുപ്പിന്റെ വിവരത്തെ തുടർന്നാണ് ആനയെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെയും കേരള വനം വകുപ്പ് നീങ്ങിയത്. ഏതായാലും അതൊക്കെ തന്നെയും ആ ആശങ്കകളൊക്കെ തന്നെയും ഈ ആന ചരിഞ്ഞതിലൂടെ അവസാനിച്ചിരിക്കുന്നു. ഇനി എന്താണ് കൃത്യമായ മരണകാരണം? ഇന്നലെ തന്നെ മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയത് ഒരു 5-അംഗ സമിതിയെ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നാണ്. മുഖ്യമന്ത്രിയുമായി ഇക്കാര്യങ്ങളൊക്കെ തന്നെയും ആശയവിനിമയം നടത്തും. ഏതായാലും വിദഗ്ധർ അടങ്ങുന്ന ഇന്റലിജൻസ് വിഭാഗം, വെറ്ററിനറി ഡോക്ടർമാർ, അങ്ങനെ വിദഗ്ധ സംഘം അടങ്ങുന്ന ഒരു സമിതിയെ ആയിരിക്കും നിയോഗിക്കുക. ആ സമിതി 1 മാസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. ഏതായാലും നിലവിൽ പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം
ഹൃദയാഘാതം മരണത്തിന് കാരണമാക്കി. കാരണം ആന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തരത്തിലുള്ള മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോയിരിക്കാമെന്ന് തന്നെയാണ് ഡോക്ടർമാർ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. ഒരു മാസം മുമ്പ് ആനയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായിരുന്നു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമിക റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും അതും ഒപ്പം തന്നെ ആനയുടെ ശരീരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ കൃത്യമായി ആ ദൃശ്യങ്ങൾ പകർത്തിയതുമാണ്. ഈ മാനന്തവാടിയിൽ ഒക്കെ എത്തിയപ്പോൾ തന്നെ ആനയുടെ ശരീരത്തിൽ വലിയ മുഴ കാണാമായിരുന്നു. ആ മുഴ പഴുത്ത് നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൻ്റെ ഇൻഫെക്ഷൻ ഒക്കെ തന്നെയും ആനയ്ക്കുണ്ടായിരുന്നു. അതിനൊപ്പം കൊഴുപ്പ് അതിയായ രീതിയിൽ അമിതമായ അളവിൽ കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ സാഹചര്യവും ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ്. ഏതായാലും ഈ തണ്ണീർക്കൊമ്പൻ ഒരു വേദനയായി തന്നെ മരണശേഷവും തുടരുകയാണ് മനു. തീർച്ചയായും. പക്ഷേ മേഘ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, മേഘ പറഞ്ഞതുപോലെ തണ്ണീർക്കൊമ്പൻ ഒരു വലിയ വേദനയായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനിടയിൽ അത് വലിയ വിവാദമാക്കാനുള്ള ശ്രമങ്ങളും മറുവശത്ത് നടക്കുന്നുണ്ട് എന്നൊരു വസ്തുത കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇതിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ വിവാദമുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആന ഇത്തരത്തിൽ ജനവാസ മേഖലയുടെ നടുവിൽ നിൽക്കുമ്പോൾ അതിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ അതിനെ അവിടുന്ന് മാറ്റുക എന്നത് ഒരു വലിയ ദൗത്യം തന്നെയാണ്. കാരണം ആ സമയത്ത് ഉപദ്രവം ഉണ്ടാക്കിയില്ല എന്നത് വസ്തുതയാണ്. പക്ഷേ ആനയുടെയൊക്കെ സ്വഭാവം ഏത് നിമിഷം വേണമെങ്കിലും മാറാമല്ലോ, പ്രവചനാതീതമാണല്ലോ. അപ്പോൾ പിന്നെ ഒരു മാർഗം എന്ന് പറയുന്നത് മയക്കുവെടി വെച്ച് മാറ്റുക എന്നത് മാത്രമാണ്. അപ്പോൾ ആ പ്രവൃത്തി ചെയ്തില്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ പേരിൽ വിമർശിക്കില്ലായിരുന്നോ? എന്തുകൊണ്ട് ആനയെ മയക്കുവെടി വയ്ക്കുന്നില്ല എന്നതായിരിക്കും ആ സമയത്തെ ചോദ്യം. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലാണ് ഇവിടെ സംസ്ഥാന സർക്കാരും വനം വകുപ്പ് നിൽക്കുന്നത്. മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ടോ? മനു, തണ്ണീർക്കൊമ്പന്റെ വാർത്ത വന്നതിന് ശേഷവും പല സ്ഥലങ്ങളിൽ പലയിടങ്ങളിൽ കാട്ടാന ആക്രമണത്തിന്റെ വാർത്തയും ഒരു ഭാഗത്ത് വരുന്നുണ്ട് എന്നതാണ്. അതുൾപ്പെടെ നമ്മൾ കാണേണ്ടതുണ്ട്. പലപ്പോഴും ഈ തണ്ണീർക്കൊമ്പൻ കർണാടക അതിർത്തിയിൽ നിന്ന് കേരള അതിർത്തിയിലേക്ക് എത്തിയപ്പോൾ കർണാടക വനം വകുപ്പ് കൃത്യമായ ഇൻഫർമേഷൻ കേരള വനം വകുപ്പ് നൽകാനുണ്ടായ കാരണം അത് ജനവാസ മേഖലയിലേക്ക് എത്തിയാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു ദിവസം പൂർണ്ണമായും രാവിലെ മുതൽ ഒരു വൈകിട്ട് വരെ തന്നെ ജനങ്ങൾ പൂർണ്ണമായും ആശങ്കയിലായിരുന്നു. കാരണം എന്താണ് സംഭവിക്കുക എന്നത് പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലാണ് ആനയുള്ളത്. ആന ഏത് തരത്തിൽ പ്രതികരിക്കും എന്നതുൾപ്പെടെയുള്ള, കാരണം ആന പുറത്തിറങ്ങിയതിന് പിന്നാലെ കൂട്ടമായി ആളുകൾ കാണാൻ വരുന്നു. ഏത് തരത്തിലാണ് ആനയുടെ പ്രതികരണം ഉണ്ടാവുക എന്ന് ഒരാൾക്കും പ്രവചിക്കാൻ സാധിക്കുകയില്ല. ആന ഏതെങ്കിലും തരത്തിൽ വലിയ അപകടമുണ്ടാക്കിയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ തന്നെ മാറും. അതുകൊണ്ടാണ് ആനയെ തുരത്താം എന്നൊരു തീരുമാനത്തിലേക്ക് വനം വകുപ്പ് എത്തിയത്. പക്ഷേ അത് എങ്ങനെ എന്നത് വലിയ സങ്കീർണമായ ഒരു കാര്യമായിരുന്നു വനം വകുപ്പിനെ സംബന്ധിച്ച്. കാരണം ജനവാസ മേഖലയാണ്. മയക്കുവെടി വെച്ചാൽ അത് ഏത് തരത്തിൽ അത് പിന്നീട് ബാധിക്കും, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നൊരു ആശങ്ക വനം വകുപ്പിനുണ്ടായി. അതുകൊണ്ടാണ് ഈ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് പോലും വൈകിയത്. ഇന്നലെ തന്നെ മിനിസ്റ്റർ സൂചിപ്പിച്ചിരുന്നു, പരമ്പരാഗതമായ രീതിയിൽ ആനയെ തുരത്താം എന്നതാണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ അത് നടന്നില്ല. കുങ്കിയ ആനകളെ ഉപയോഗിച്ചുകൊണ്ട് ആനയെ മാറ്റാനുള്ള ശ്രമം നടത്തി. അതും പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കൃത്യമായി തന്നെ ആനയെ മയക്കുവെടി വെച്ച് അവിടെ നിന്ന് മാറ്റാൻ പിന്നീട് ഏറെ വൈകിയാണെങ്കിലും ജനവാസ മേഖലയിൽ നിന്ന് ആനയെ മാറ്റാൻ സാധിച്ചു എന്നത് കൃത്യമായി തന്നെ നമ്മൾ കണ്ടതാണ്. അത് വലിയ ആശ്വാസപരമായ കാര്യമായിരുന്നു. പക്ഷെ പിന്നീട് ആനയുടെ ആരോഗ്യസ്ഥിതി ഒക്കെ തന്നെയും നോക്കുമ്പോൾ ആനയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. അത് ആനയുടെ ചെറിയുന്ന സാഹചര്യത്തിലേക്കൊക്കെ തന്നെയും എത്തിക്കുകയും ചെയ്തു. പക്ഷേ മനഃപൂർവ്വം അതൊരു വിവാദമാക്കി മാറ്റാനുള്ള ശ്രമം പല കോണുകളിൽ നിന്നും വരുന്നു. ആന ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തി ഒരു വലിയ പ്രശ്നത്തിലേക്ക് എത്തിയാൽ ഈ കാണുന്ന സ്ഥിതി ഒന്നുമായിരുന്നില്ല അപ്പോൾ ഉണ്ടാവുക എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും വേദനാജനകമായ കാര്യം തന്നെയാണ് ഒരു ജീവൻ നഷ്ടപ്പെടുക എന്നത്. പക്ഷേ അത് മറ്റു വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കാതെ തന്നെ ആനയെ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചു എന്നതും വളരെ പോസിറ്റീവായ ഒരു കാര്യമായി തന്നെ കാണേണ്ടി വരും മനു. പക്ഷേ വിവാദങ്ങൾക്കൊന്നും തന്നെയും ഇവിടെ നിലവിൽ സാധ്യതയില്ല. എല്ലാം സുതാര്യമായ രീതിയിൽ തന്നെയാണ് നടന്നത് എന്നാണ് മന്ത്രി ഉൾപ്പെടെ ഇന്നലെ തന്നെ വ്യക്തമാക്കിയത്. ശരി മേഘയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നമ്മളെ സംബന്ധിച്ച് അതേറെ സങ്കടപ്പെടുന്നൊരു വാർത്ത തന്നെയായിരുന്നു തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത്. കാരണം ആന അവിടെ നിന്ന് അതിനെ മാറ്റി അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക്
തിരികെ വിടാം എന്ന വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ അത് അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് ആ മരണം സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനൊരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. വിവരങ്ങളാണ് മേഘ നമുക്ക് നൽകിയത്.